ചിക്കൻ ബിരിയാണി കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഞാനൊന്ന് ചെയ്ത് നോക്കിയിരുന്നു. വളരെയധികം സക്സസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും വളരെ ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും ഇത്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഗീ അല്ലെങ്കിൽ ഓയിൽ ആയാലും മതി. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമായ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 3 വലിയ സവാള അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് ഇവ പേസ്റ്റ് ആക്കി എടുത്തതാണിത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയില, പുതിനയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കുക. എല്ലാം കൂടെ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ഇനി ഇതുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളെ മസാലക്കുള്ള കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. ഒരു 1/4 ഭാഗം മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗീ റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ പ്രത്യേകം കാണിച്ചിട്ടില്ല. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. ഇനി ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണിത്. ഇനി റോസ് വാട്ടർ, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവാള ഇതെല്ലാം നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില, ഗരം മസാല ഇത്രയും സാധനങ്ങൾ ദം ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല കൂട്ടിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗം വെന്ത ചോറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സാധാരണ ദം ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ദം ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കാം. വേവിക്കാത്ത ചിക്കന് മേലെയാണ് നമ്മളിങ്ങനെ ചോറിട്ട് കൊടുക്കുന്നത്. ഇതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് സംശയം ഉണ്ടാവും ചിക്കൻ വേവോ എന്ന്. മാത്രമല്ല നമ്മളെ ഉള്ളി, തക്കാളി എല്ലാം വേവാത്ത പച്ചയാണ്. പക്ഷേ ഒരു സംശയവും വേണ്ട. ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ല ബിരിയാണി ആയിരിക്കും. പിന്നെ നിങ്ങൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കൂ. കാരണം നമ്മൾ സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി തന്നെ എത്ര സമയം മെനക്കെടുന്നുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ മസാലക്കൂട്ട് റെഡിയാക്കി വെക്കുക. ഒരു 30 മിനിറ്റ് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഇതുപോലെ ചെയ്ത് വെച്ചാലും മതി. ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് ചോറ് റെഡിയാക്കിയിട്ട് ഇതുപോലെ ദം ചെയ്ത് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. 30 മിനിറ്റിന് ശേഷം തുറന്നാൽ ചോറ് മാറ്റിയാൽ നമുക്ക് സൂപ്പർ മസാല അടിയിൽ റെഡി ആയിട്ടുണ്ടാവും. ഇനി അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. അതിനുശേഷം തുറന്ന് നോക്കുക. ഇനി നമുക്ക് പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഏതൊരു ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. ചോറിന് തന്നെ പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു ഈ ബിരിയാണിക്ക്. ഇനി മസാല നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, ഉള്ളിയും തക്കാളിയും ചിക്കനും എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്.
ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പർ മസാലയായി മാറിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായി മസാലകളെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. മസാല കൂടുതൽ ഇങ്ങനെ ദം ചെയ്യുന്നതുകൊണ്ട് തന്നെ ചോറിലേക്കും അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഫ്ലേവേഴ്സും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.